പോർഷൻ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ പ്രധാന ഒരു കണ്ടന്റ് ഞാൻ എന്താന്ന് പറഞ്ഞു അല്ലേ. അനുമനസ്സിനെ നമുക്ക് ഫൈലം എന്നും ക്ലാസ് എന്നും പറയുന്ന ചില പ്രത്യേക വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പറയേണ്ടത് എല്ലാ അനിമൽസിനെയും ഫൈലം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. നമുക്ക് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ 11 ഫൈലമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ആ 11 ഫൈലത്തിൻ്റെയും പേരുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ വളരെ നന്നായിട്ട് ആ പേരുകൾ ആ ഓർഡറിൽ തന്നെ പഠിക്കുക. കാരണം നമ്മൾ ഈ പറയുന്ന പേരുകൾ ഇതിൻ്റെ ഒരു എവല്യൂഷണറി ഓർഡറിലാണ് പറയുന്നത്. എവല്യൂഷൻ എന്താണെന്ന് അറിയാലോ, പരിണാമം എന്ന് പറയും അല്ലെ. നമ്മൾ ആദ്യം പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡെവലപ്മെന്റ്സ് വന്നതായിരിക്കും രണ്ടാമത് പറയുന്ന ഫൈലം. അതിനേക്കാളും കുറച്ചുകൂടി ഡെവലപ്മെന്റ്സ് വരും മൂന്നാമത്തേത്. അങ്ങനെ അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് 11ാമത്തെ ഫൈലം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സ് വന്ന ജീവികളായിരിക്കും ഏതിൽ കാണുന്നത്, ഈ പറയുന്ന 11ാമത്തെ ഫൈലം. അപ്പോൾ ഒന്നാമത്തെ ഫൈലം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ്സ് ഒട്ടും തന്നെ ഇല്ലാത്ത ജീവികളായിരിക്കും. പിടികിട്ടിയല്ലോ. അപ്പോൾ ആ ഓർഡറിന് തന്നെ ആ 11 ഫൈലത്തിന്റെയും പേര് പഠിക്കണം. അപ്പോൾ നമുക്ക് ആ ഓർഡർ ആദ്യം നോക്കാം. നമ്മുടെ ആ 11 ഫൈലം, ഒന്നാമത്തെ ഫൈലം. അപ്പൊ ഞാൻ ഓർഡറിനാണ് പറയുന്നത്. അപ്പൊ 1, 2 ഞാൻ പറയുന്നില്ല, ആ ഓർഡറിനെ നോക്കുക. ഫൈലം പോറിഫെറ. എല്ലാത്തിനെയും ഫസ്റ്റിൽ ഫൈലം എന്ന് പറയണം. ഓക്കെ. ഒന്നാമത്തേത് ഫൈലം പോറിഫെറ. ഓക്കെ. 2 ഫൈലം സീലൻഡ്രേറ്റ, അല്ലെങ്കിൽ ഒരു പേര് കൂടിയുണ്ട് നിഡേറിയ. സിലൻഡ്രേറ്റയുടെ സ്പെല്ലിംഗ് കണ്ടോ, നമ്മൾ സീലം എന്ന് പറയുന്ന സ്പെല്ലിംഗ് COE, അവിടെ അതാണ് ഈ സിലൻഡ്രേറ്റയുടെ തുടക്കം. രണ്ടാമത്തെ പേര് നിഡേറിയയുടെ സ്പെല്ലിംഗ് നോക്കാം. ആദ്യം C ആണ്, അതിൽ C സൈലന്റ് ആണ്. നമ്മൾ എന്തൊട്ടാണ് നമ്മുടെ പ്രൊനൗൺസിയേഷൻ തുടങ്ങും. ഓക്കെ. മൂന്നാമത്തെ ഫൈലം ഫൈലം ടെനോഫോറ. അവിടെയും ശ്രദ്ധിക്കുക, ആദ്യത്തെ ലെറ്റർ C ആണ്, പക്ഷെ C സൈലന്റ് ആണ്. ഓക്കെ. രണ്ടാമത്തെ T തൊട്ടാണ് നമ്മൾ പറയുന്നത്, ടെനോഫോറ. നാലാമത്തെ ഫൈലം ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അഞ്ചാമത്തെ ഫൈലം ഫൈലം ആഷ്ഹെൽമിന്തസ്. കണ്ടോ, ആസ്കിഹെൽമിന്തസ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ ആഷ്ഹെൽമിന്തസ്, ഷ എന്ന് പറയുന്ന ആഷ്ഹെൽമിന്തസ്. ഓക്കെ. ആറാമത്തെ ഫൈലം ഫൈലം അനലിഡ. 7 ഫൈലം ആർത്രോപോഡ. 8 ഫൈലം മൊളസ്ക. 9 ഫൈലം എക്കിനോഡെർമേറ്റ. ഈ CH ആണ്, അപ്പൊ എച്ചിനോഡെർമേറ്റ എന്ന് പറയാം, എക്കിനോഡെർമേറ്റ എന്ന് പറയാം. അടുത്ത ഫൈലം ഫൈലം ഹെമികോർഡേറ്റ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഫൈലം കോർഡേറ്റ. ഒന്നുകൂടി ആ ഓർഡർ നോക്കാം. പോറിഫെറ, സിലൻഡ്രേറ്റ ഓർ നിഡേറിയ, ടെനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോർഡേറ്റ ആൻഡ് കോർഡേറ്റ. ഒരു 5-6 തവണ ഈ പേരുകൾ ഇതേ ഓർഡറിൽ ആദ്യം നോക്കി എന്ന് വായിക്കുക. ചിലപ്പോൾ CBSE-കാരൊക്കെ, CBSE ICSE സ്റ്റുഡൻസ് ഒക്കെ ഈ പേരുകളൊക്കെ പഠിച്ചു കാണും. സ്റ്റേറ്റ് സിലബസുകാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ശരി, ഒരു 5-6 തവണ ഈ പേരുകളൊന്ന് വായിക്കുക, നോക്കി വായിക്കുക ആദ്യം, എന്നിട്ട് നോക്കാതെ എന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ. ഒന്നാമത്തെയും അവസാനത്തെയും ഓർത്ത് കഴിഞ്ഞാൽ ബാക്കി ഇടയ്ക്കുള്ളത് കുറേ തവണ വായിക്കുമ്പോൾ അത് കിട്ടും. ഒന്നാമത്തേത് പോറിഫെറ ആണെന്നും അവസാനത്തേത് കോർഡേറ്റ ആണെന്നും ഓർക്കുക. അപ്പോൾ നമ്മുടെ 11 ഫൈലത്തിന്റെയും പേരുകളാണ്. അടുത്ത നമുക്ക് വേണ്ടത്
നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 11 ഫൈലത്തിന്റെയും ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ വിശദീകരിച്ചൊക്കെ പറഞ്ഞു തരണം. ഓരോ ഫൈലവും പഠിപ്പിച്ചു കഴിയുമ്പോൾ ആ ഓരോ ഫൈലത്തിലും ഓർത്ത് വെക്കേണ്ട ചില ടേംസ് മാത്രം ഞാൻ പറയും. അപ്പോൾ സെന്റൻസ് ആയിട്ട് ഓർത്ത് വെക്കാൻ പാടാണെങ്കിൽ ആ പറഞ്ഞു തരുന്ന ടേംസ് ആയിട്ട് മാത്രം തന്നെ ഓർത്ത് വെച്ച് തരണം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫൈലത്തിലൂടെ പോവുകയാണ്. ഫൈലം പോറിഫെറ. ഓരോ ഫൈലവും പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ്. നമ്മൾ ഏത് ഫൈലം പഠിച്ചാലും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ ക്യാരക്ടേഴ്സ് നമുക്ക് അതിനെ കോമൺ ക്യാരക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ക്യാരക്ടേഴ്സ് പറഞ്ഞതിന് ശേഷം ഓരോ ഫൈലത്തിനും അതിൻ്റെതായ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിന്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ പറയും. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഈ നമുക്ക് എല്ലാ ഫൈലത്തിലും പറയേണ്ട കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ആണ്. ആ കോമൺ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ ഒരു ഈ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കുറേ ക്യാരക്ടേഴ്സ് വേണമെന്ന് പറഞ്ഞ് ആദ്യം പഠിച്ചത് ഓർമ്മയുണ്ടോ? അതിൽ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഫൈലത്തിന്റെ സിമ്മെട്രി ഏതാണെന്ന് പറയാം. ഓർത്ത് വയ്ക്കണേ, സിമ്മെട്രി. ശീലം ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ശീലം അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ, ആ ഒരു ക്യാരക്ടർ പറയാം. അപ്പൊ സിമ്മെട്രി ആയി, ശീലമായി, ജേം ലെയേഴ്സ് അനുസരിച്ച് ഡിപ്ലോബ്ലാസ്റ്റി, ട്രിപ്ലോബ്ലാസ്റ്റി, ഇത് ഏതിലാ ഉൾപ്പെടുന്നു ആ നമ്മൾ ഈ പറയാൻ പോകുന്ന ഫൈലത്തിലെ ജീവികൾ. ഇനി ഇതല്ലെങ്കിൽ അതും പറയണം. ഇനി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അത് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 4 ലെവൽസ് നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ ഏത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് പറയണം. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഹാബിറ്റാറ്റ് ആണ്. പക്ഷെ ഹാബിറ്റാറ്റ് നമ്മൾ ആദ്യം പഠിച്ച ആ ക്യാരക്ടേഴ്സിലൊന്നുമില്ല. ഇത് എവിടെ ഏതാണ് അതിന്റെ ജീവിത സാഹചര്യം എന്താണ്, വെള്ളത്തിലാണോ കരയിലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം, വാട്ടറിലാണോ ലാൻഡിലാണോ എന്നുള്ളതൊക്കെ പറയണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സിമെട്രി വേണം, ശീലം വേണം, ജേം ലെയേഴ്സ് വേണം, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മുടെ പോറിഫെറ എന്ന് പറയുന്ന ഈ ഫൈലം എടുത്താൽ, ഞാൻ ആദ്യമേ പറഞ്ഞതാണ് നമ്മുടെ ഫൈലം എന്ന് പറയുന്നത് ഒരു എവല്യൂഷണറി ഓർഡറിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യത്തെ ഫൈലം ആയതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് പറയേണ്ട പല ക്യാരക്ടേഴ്സും ഈ ഫൈലത്തിൽ കാണത്തില്ല, ആണല്ലോ. അപ്പൊ എങ്കിലും ഞാൻ ഇതിന്റെ കോമൺ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഈ പോറിഫെറ ഫൈലത്തിലെ ജീവികളെല്ലാം കൂടുതലും ജീവികൾ മറൈൻ വാട്ടറിലാണ് കാണപ്പെടുന്നത്. മറൈൻ വാട്ടർ അറിയാലോ, കടൽ വെള്ളം അല്ലെ, കടലിലെ വെള്ളം, മറൈൻ ഹാബിറ്റാറ്റ്. അപ്പം മോസ്റ്റ് ഓഫ് ദം ആർ മറൈൻ. പക്ഷെ അപൂർവം ചില ജീവികൾ ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ പോറിഫെറ എന്ന ഫൈലത്തിലെ ജീവികൾ അതിന്റെ ഹാബിറ്റാറ്റ് ആണ് നമ്മൾ പറയുന്നത്. എവിടെയാണ്? മോസ്റ്റ്ലി മറൈൻ, സം അല്ലെങ്കിൽ വെരി ഫ്യൂ ആർ ഫ്രഷ് വാട്ടർ. ഓക്കെ, ഇനി ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട്. ഫൈലം പോറിഫെറയെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് സ്പോഞ്ചസ് എന്നാണ്. സ്പോഞ്ച് അറിയാലോ, സ്പോഞ്ച് നമ്മൾ ഉപയോഗിക്കുന്ന സ്പോഞ്ച്, അതേ സ്പോഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോ കോമൺലി കാൾഡ് സ്പോഞ്ചസ്. 2 ക്യാരക്ടർ കിട്ടിയോ? അത് നമ്മൾ ഹാബിറ്റാറ്റ് പറഞ്ഞു, ഇപ്പൊ അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുറച്ച് ക്യാരക്ടേഴ്സിലോട്ട് പോവുകയാണ്. ഫൈലം പോറിഫെറ ഏത് സിമ്മെട്രിയിൽ ഉൾപ്പെടുന്നു? നമ്മൾ പഠിച്ച സിമ്മെട്രി ഓർമ്മയുണ്ടല്ലോ. അസിമെട്രി പഠിച്ചു, റേഡിയൽ സിമെട്രി പഠിച്ചു, ബൈലാട്രൽ സിമെട്രി പഠിച്ചു. ഇതെല്ലാം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫൈലം പോറിഫെറയിലെ ജീവികൾ അസിമെട്രിക്കൽ ആണ്. എന്താ അസിമെട്രിക്കൽ? സിമെട്രി ഇല്ലാത്ത ജീവികളാണ് കേട്ടോ. എവല്യൂഷന്റെ തുടക്കമാണ്, അതുകൊണ്ട് പ്രത്യേക ഷേപ്പ് ഒന്നും പോലിക്കില്ല ജീവികൾക്ക്. സോ ദേ ആർ അസിമെട്രിക്കൽ. ഇനി സീല നോക്കാം. ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റി വേണമെങ്കിൽ നമ്മൾ ജേം ലെയേഴ്സ് എന്ന് പറയുന്ന ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? 3 ജേം ലെയേഴ്സ് ആവാം, അല്ലെങ്കിൽ 2 ജേം ലെയേഴ്സ് ആവാം അല്ലെ. ഒന്നുകിൽ എക്ടോഡേം, എൻഡോഡേം എന്ന് പറയുന്ന 2 ജേം ലെയേഴ്സ്. അപ്പോൾ ജീവികളെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. അല്ലെങ്കിൽ മീസോഡേം എന്ന് പറയുന്ന ഒരെണ്ണം കൂടി ചേർന്നിട്ട് 3 ജേം ലെയേഴ്സ്, അപ്പോൾ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. പക്ഷേ ഫൈലം പോറിഫെറയെ സംബന്ധിച്ച് ഇതിൽ ജേം ലെയേഴ്സ് എന്ന് പേര് നമ്മൾ ഈ പഠിച്ച 3 ലെയേഴ്സ് അല്ലെങ്കിൽ 2, ഇതിൽ ഒരെണ്ണം പോലും കാണുന്നില്ല. അതായത് എക്ടോഡേം ഇല്ല,
മീസോഡേമും ഇല്ല, എൻഡോഡേമും ഇല്ല. പിടികിട്ടും. അപ്പൊ എന്തില്ല? ജേം ലെയേഴ്സ് ഇല്ല. ജേം ലെയേഴ്സ് ഇല്ലെങ്കിൽ എന്ത് ഫോം ചെയ്യില്ല? ബോഡി ക്യാവിറ്റി എന്ന് പറയുന്ന സീലം എന്ന പേരിൽ ബോഡി ക്യാവിറ്റി ഫോം ചെയ്യില്ല. എന്തുകൊണ്ടാ? സീലം എന്ന പേരിൽ ബോഡി ക്യാവിറ്റി ഫോം ചെയ്യണമെങ്കിൽ ജേം ലെയേഴ്സ് ആയ മീസോഡേം എന്ന ജേം ലെയറിൽ നിന്നാവണം ഫോം ചെയ്യേണ്ടത്. അത് യൂസീലം അല്ലെങ്കിൽ സീലോമേറ്റ് നമ്മൾ പഠിച്ചു. ഇനി അഥവാ എന്തില്ല, മീസോഡേമിൽ നിന്നല്ല മറ്റെന്തെങ്കിലും ഒരു തരത്തിലുള്ള ബോഡി ക്യാവിറ്റിയാണ് ഫോം ചെയ്തത് എങ്കിൽ നമ്മൾ അതിനെ സ്യൂഡോസീലം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ആണോ? പക്ഷെ അവിടെയും എക്ടോഡേമും എൻഡോഡേമും കാണണം, എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ബോഡി ക്യാവിറ്റി ഫോം ചെയ്യണം. അല്ലെ? മീസോഡേം ഇല്ലാതെ ബോഡി ക്യാവിറ്റി ഫോം ചെയ്തു, അപ്പോൾ നമ്മൾ വിളിച്ചു അത് എന്താണ്? സ്യൂഡോസീലോമേറ്റ് ആണ്. പക്ഷേ പോറിഫെറയെ സംബന്ധിച്ച് എക്ടോഡേമും ഇല്ല, എൻഡോഡേം, അതായത് ജേം ലെയേഴ്സ് എന്ന് പറയുന്ന പേരിൽ നമ്മൾ പഠിച്ച ഒരു ലെയറും ഏതിലില്ല? പോറിഫെറയിൽ ഇല്ല. പക്ഷെ ഒരു പ്രശ്നം, ഇതിന് ബോഡിക്കകത്ത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം ആണെന്ന് നമുക്ക് തോന്നത്തില്ല കേട്ടോ. പെട്ടെന്ന് കണ്ടാൽ ഇത് കടലിന്റെ അടിത്തട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിൽ ഈ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുമല്ലോ, പവിഴ കുറ്റികളൊക്കെ നിൽക്കത്തില്ലേ, അതുപോലെ തോന്നും. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നുന്നു. പിടിക്കോ? അപ്പൊ നമ്മൾ പറഞ്ഞ ഇതാണ്, ജേം ലെയേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ സീലം എന്ന് പറയുന്ന ആ നമ്മൾ പഠിച്ച ബോഡി ക്യാവിറ്റി ആർക്കില്ല? സ്പോഞ്ചസ് അല്ലെങ്കിൽ ഫൈലം പോറിഫെറയ്ക്കില്ല. പക്ഷേ ഇതിന്റെ ബോഡിക്കകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. ബോഡിക്കകത്തെ ക്യാവിറ്റി ആകുമ്പോൾ ബോഡി ക്യാവിറ്റി എന്ന് നമുക്ക് പറയണം. പക്ഷെ ഈ പറയുന്ന ബോഡി ക്യാവിറ്റി നമ്മുടെ ഈ സ്പോഞ്ചസ് എന്ന് പറയുന്ന വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനൊരു സ്പെഷ്യൽ പേര് കൊടുക്കുന്നു, സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പേര് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും, എനിക്കറിയാം. അതൊക്കെ നമുക്ക് ആ ഡിസ്കഷൻ ക്ലാസ്സിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഏകദേശം ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ട് നമ്മൾ ആ പേരുകൾ അസീലോമേറ്റ് എന്നോ യൂസീലോമേറ്റ് എന്നോ സ്യൂഡോസീലോമേറ്റ് എന്നോ നമുക്ക് ആരെ വിളിക്കാൻ പറ്റില്ല? ഫൈലം പോറിഫെറയിലെ ജീവികളെ വിളിക്കാൻ പറ്റില്ല. ഇതിന് നമ്മൾ പുതിയൊരു പേര് കൊടുത്തു. എന്താണ്? ബോഡി ക്യാവിറ്റിക്ക് കൊടുത്ത പേര് സ്പോഞ്ചോസീൽ. ഓക്കെ. ഇനി അപ്പൊ നമ്മൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അസിമെട്രിക്കൽ ആണ്, ജേം ലെയേഴ്സ് ഇല്ല, പക്ഷേ ബോഡിക്കകത്തൊരു ക്യാവിറ്റി കണ്ടു. അതിന്റെ പേര് എന്ത് കൊടുത്തു? സ്പോഞ്ചോസീൽ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പിന്നെ ഉണ്ടാവും, ഇത് അസീലോമേറ്റ് ആണോ, സ്യൂഡോസീലോമേറ്റ് ആണോ, യൂസീലോമേറ്റ് ആണോ? ഏതാ വരും? സീലമേ ഇല്ല, അസീലോമേറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മൾ അസീലോമേറ്റിന്റെ പേര് പോലും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് പറയട്ടോ? ജേം ലെയേഴ്സ് ഫോം ചെയ്തിട്ട് സീലം ഫോം ചെയ്യാതിരുന്നാലേ നമുക്ക് ഏത് പേരും വിളിക്കാൻ പറ്റൂ? അസീലോമേറ്റ് എന്ന പേര് പോലും വിളിക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റില്ലാതാണ്. ഓക്കെ. അപ്പോ ആ ഒരു പ്രശ്നത്തിന്റെ ഏകദേശം ഒരു ധാരണയായല്ലോ എന്താണെന്നുള്ള. ആ സീലം നമ്മുടെ ബോഡി ക്യാവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഓർക്കേണ്ടത് ഇതാണ്. ആ സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന സ്പെഷ്യൽ ബോഡി ക്യാവിറ്റി ഓർക്കുക ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞു ഡിപ്ലോബ്ലാസ്റ്റിക് എന്നോ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്നോ വിളിക്കാൻ പറ്റില്ല, കാരണം ജേം ലെയേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ടേം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, സ്പോഞ്ചസിന്റെ മാത്രം മറ്റൊരു പ്രത്യേകതയാണ് ഇതിനെ മോണോബ്ലാസ്റ്റിക് എന്ന് പറയാം. പുതിയൊരു പേരാണ്, നമ്മൾ ഇതുവരെ പറയാത്ത പേരാണ് മോണോബ്ലാസ്റ്റിക്. നമുക്ക് ടെക്സ്റ്റിൽ ഇത് പഠിക്കാനില്ല, ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. കാരണം ഇതിന്റെ എംബ്രിയോ നമ്മൾ പരിശോധിച്ചാൽ എംബ്രിയോ ഒറ്റ ലെയറേ ഉള്ളൂ. പക്ഷെ ആ ഒരു ലെയറും നമ്മൾ ഈ പറഞ്ഞ എക്ടോഡേമോ എൻഡോഡേമോ ഒന്നും തന്നെ അല്ല. അപ്പൊ അതുകൊണ്ട് അതിനൊരു പേരങ്ങ് കൊടുത്തു. ഒരു ലെയർ എന്ന അർത്ഥത്തിൽ മോണോബ്ലാസ്റ്റിക് എന്നൊരു പേര് കൊടുത്തു. പിടിയിട്ടോ? ടെക്സ്റ്റിൽ ആ പേര് കൊടുത്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിന്റെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. എവല്യൂഷന്റെ ആദ്യഘട്ടമാണ്, ഡെവലപ്മെന്റ്സ് നടന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ആദ്യത്തെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഏതാണ്? സെല്ലുലാർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ബോഡി നമ്മൾ പരിശോധിച്ചാൽ ബോഡി ഫുൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? സെൽസ് മാത്രമേ ഉള്ളൂ. ആ സെൽസ് കൂടിച്ചേർന്ന് എന്തായിട്ട് മാറിയിട്ടില്ല? ടിഷ്യൂസ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല. ഇതൊരു മൾട്ടി സെല്ലുലാർ ആയ ഓർഗാനിസം എന്ന് മാത്രമേ നമുക്ക് ആരെ വിളിക്കാൻ പറ്റൂ? ഈ പറയുന്ന ഫൈലം പോറിഫെറയിലെ ജീവികളെ വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊരു ധാരണയായല്ലോ. ഇനി നമുക്ക് പറയേണ്ടത് ഈ ഫൈലം പോറിഫെറയിലെ ജീവികൾ മാത്രം കാണിക്കുന്ന ചില സ്പെഷ്യൽ ആയ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് പറയേണ്ടത്. അതിൽ ആദ്യമായിട്ട് പറയേണ്ടത് ഇതിന്റെ ഒരു അതായത് ഫുഡ് ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ടും റെസ്പിറേഷന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഇതിന്റെ ഒരു പ്രത്യേക മെക്കാനിസമാണ് നമ്മൾ പറയുന്നത്. പേര് വാട്ടർ കനാൽ സിസ്റ്റം.
അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. ആ ടേം ഒന്ന് ഓർക്കണേ, വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിലോ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. എന്താണ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം? ഫൈലം പോർഫറിയിലെ ജീവികളെ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ശരീരം മുഴുവൻ, അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് നിറയെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പോഴ്സ് കാണും. ഹോളുകളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു ഹോൾസ്, ശരീരത്തിൽ നിറയെ ഹോൾസ് ആണ്. ഈ മൈന്യൂട്ട് പോഴ്സിനെ നമ്മളൊരു പേര് വിളിക്കും, ഓസ്റ്റിയ എന്നാണ് വിളിക്കുന്നത്. ഇനി ബോഡിക്ക് ഒരു വലിയൊരു ഓപ്പണിംഗ് ഉണ്ട്. മൗത്ത് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ബോഡിയുടെ ഒരു വലിയ ഓപ്പണിംഗ് എന്ന് തന്നെ വിളിക്കാം. ദാറ്റ് ലാർജ് ഓപ്പണിംഗ്, അത് ഒരെണ്ണമേ കാണും. ദാറ്റ് ഈസ് കാൾഡ് ഓസ്കുലം. അപ്പൊ രണ്ട് പേരായോ? മൈന്യൂട്ട് പോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, പേര് ഓസ്റ്റിയ. ദെൻ ലാർജ് ഓപ്പണിംഗ് കാൾഡ് ഓസ്കുലം. ബോഡിക്കകത്തൊരു ക്യാവിറ്റി, നേരത്തെ നമ്മൾ പേര് പറഞ്ഞു, എന്താണ്? സ്പോഞ്ചോസീൽ. ഈ മൂന്ന് പേരും കിട്ടും. ഓസ്റ്റിയ ഉണ്ട്, ഓസ്കുലം ഉണ്ട്, സ്പോഞ്ചോസീൽ ഉണ്ട്. അപ്പൊ നമ്മുടെ സിസ്റ്റം പറയണം വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതായത് ഈ ഓസ്റ്റിയ എന്ന് പറയുന്ന ഓപ്പണിങ്സ്, മൈന്യൂട്ട് പോർസ് ഉണ്ടല്ലോ, അതിലൂടെ പുറത്തു നിന്ന് വെള്ളം നല്ല ശക്തിയിൽ ബോഡിക്കകത്തേക്ക് കയറി വെള്ളം എത്തുന്നത് എവിടെയെന്നറിയാവോ? അകത്തുള്ള ക്യാവിറ്റി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ക്യാവിറ്റിയിലേക്കാണ് വെള്ളം എത്തുന്നത്. ആ ക്യാവിറ്റിയിൽ നിന്ന് വെള്ളം ഓസ്കുലം എന്ന് പറയുന്ന വലിയ ഓപ്പണിങ്ങിലെ അതിലൂടെ പുറത്തേക്ക് പോകും. ഇനി എന്തിനാ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്? ഈ വെള്ളം ഈ പറയുന്ന നമ്മുടെ മൈന്യൂട്ട് പോഴ്സ് ഓസ്റ്റിയ വഴി സ്പോഞ്ചോസീലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വെള്ളത്തിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ കാണത്തില്ലേ? ഈ ഓർഗാനിസംസും കൂടി എവിടെ എത്തും? സ്പോഞ്ചോസീലിനകത്ത് എത്തും. അവിടെ വച്ചിട്ട് സ്പോഞ്ചോസീലിനകത്ത് ആ ബോഡി വാൾ ഉണ്ടല്ലോ, ആ ബോഡി വാൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് സെല്ലുണ്ട്. ഈ സെൽസ് ഈ അകത്തേക്ക് എത്തിപ്പെടുന്ന ചെറിയ ചെറിയ ഓർഗാനിസംസിനെ ആ ബോഡിക്ക് അകത്ത് വെച്ചിന് ഡൈജഷൻ നടത്തിയിട്ട് സെല്ലിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിനൊക്കെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും, പിടിയിട്ടു. ഇത്ര കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ബാക്കി വരുന്ന വെള്ളം അതിനകത്ത് വേസ്റ്റ് ആയിരിക്കും. ഇതിനെയാണ് ഓസ്കുലം വഴി എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കളയുന്നത്. അപ്പൊ നമ്മുടെ വഴി ഒന്ന് ഓർത്ത് വെച്ചേക്കോ. ഓസ്റ്റിയ വഴി കയറി സ്പോഞ്ചോസീലിൽ എത്തി, ഡൈജഷൻ സംഭവങ്ങളൊക്കെ നടന്നു, ബാക്കി വന്നതിനെ ഓസ്കുലം വഴി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കളയും. അപ്പൊ ഇതൊരു ആ ഒരു പ്രോസസ്സ് നമുക്കൊരു വീഡിയോ കണ്ടാൽ അത് നന്നായിട്ട് പിടികിട്ടും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് ഓർത്ത് വെച്ചിട്ട് ശ്രദ്ധിച്ച് കാണും. ഓക്കെ, എന്തൊക്കെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്? പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് ആണ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനുള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുഡ് ക്യാപ്ചറിങ്. എന്ത് ചെയ്യുക? ആവശ്യത്തിന് ഫുഡ് കിട്ടുന്നത് ഏത് വഴിയാണ്? വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴിയാണ്. രണ്ടാമത്തേത് റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്. അതായത് ഈ ശ്വസനത്തിന് വേണ്ടി പ്രത്യേകം അവയവങ്ങളൊന്നും ആർക്കില്ല? സ്പോഞ്ചസിനില്ല, അല്ലെങ്കിൽ പോർഫറ ഫൈലത്തിലെ ജീവികൾക്കില്ല. അപ്പോൾ ഓക്സിജൻ ബോഡിക്ക് അകത്തെത്തുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നതും ഏത് വഴിയാണ്? ഈ പറഞ്ഞ വാട്ടർ കനാൽ സിസ്റ്റം വഴിയാണ്. അപ്പോൾ റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്. മൂന്നാമത്തെ ഫംഗ്ഷൻ റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഡൈജഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വേസ്റ്റിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഏത് വഴി? ഓസ്കുലം വഴിയാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് അല്ലെ? ഫുഡ് ക്യാപ്ചറിങ്, റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാലും മതി. മൂന്നാമത്തേത് റിമൂവൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഇനി അടുത്ത പോയിന്റ്, സ്പോഞ്ചോസീലിനെ കവർ ചെയ്ത്, സ്പോഞ്ചോസീൽ പറഞ്ഞ അകത്തെ ക്യാവിറ്റി നമ്മൾ പറഞ്ഞില്ലേ, അതിനെ കവർ ചെയ്താണ് ബോഡി വാളായിട്ട് കാണുമെന്ന് പറഞ്ഞല്ലോ. ആ ബോഡി വാൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ല് കൊണ്ടാണ്. സെല്ലിന്റെ പേര് കൊയാനോസൈറ്റ്. പുതിയ പേരാണ്, സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിച്ചു നോക്കണം. കൊയാനോസൈറ്റ്സ്. അപ്പോൾ സ്പോഞ്ചോസീൽ ഈസ് ലൈൻഡ് വിത്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ്. ഏതാണ്? കൊയാനോസൈറ്റ്സ്. ഒരു പേര് കൂടി ഇതിനുണ്ട്, കോളർ സെൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കൊയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽ. ഓക്കെ, തീർന്നില്ല. അടുത്ത പോയിന്റ്, ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊക്കെ സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതേപോലെ സ്പോഞ്ചസിനും അതിന്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ, ഒരു താങ്ങ് കൊടുക്കാൻ ഒരു സ്കെലിറ്റൺ കാണുന്നു.
ആ സ്കെലട്ടൺ നിർമ്മിച്ചിരിക്കുന്ന ചില പ്രത്യേക മൈന്യൂട്ട് ആയിട്ടുള്ള ഫൈബേഴ്സ് കൊണ്ടാണ്. ആ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേര് സ്പിക്യൂൾ അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബർ എന്നാണ് പറയുന്നത്. അപ്പോൾ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്കെലട്ടൺ ഉണ്ട് അല്ലെ. ബോഡി സപ്പോർട്ടഡ് ബൈ എ സ്കെലട്ടൺ മേഡ് അപ്പ് ഓഫ് സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പൈക്യൂൾ എന്നും പറയാം. ഓക്കെ, സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ച് ഫൈബേഴ്സ്. ഇനി അടുത്ത ഇതിന്റെ പ്രത്യേകത, ഈ ജീവിക്ക് ഇതിന്റെ ബോഡിയിൽ റീപ്രൊഡക്ഷൻ നമ്മൾ പരിശോധിച്ചാൽ മെയിലും ഫീമെയിലും ഗ്യാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരേ ജീവിയിൽ തന്നെയാണ്. വളരെ സ്പെഷ്യൽ കേസാണ് കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സെയിം ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സെയിം ഓർഗാനിസം. അപ്പോൾ ഒരേ ജീവിയിൽ തന്നെ മെയിൽ ഓർഗൻ ഉണ്ട്, ഫീമെയിൽ ഓർഗൻ ഉണ്ട്. വേറെ പേരൊന്നും ഇട്ട് കളയരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണപ്പെടുന്നതിനെ നമ്മുടെ സയന്റിഫിക്കായി നമ്മളൊരു ടേം പറയും, ഹെർമാഫ്രൊഡൈറ്റ് എന്നാണ് പറയുന്നത്. പുതിയ വാക്കുകളാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഹെർമാഫ്രൊഡൈറ്റ് കേട്ടോ. എന്താണ് എക്സ്പ്ലനേഷൻ? മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ ദി സെയിം ഓർഗാനിസം, ദാറ്റ് ഈസ് കാൾഡ് ഹെർമാഫ്രൊഡൈറ്റ് കേട്ടോ. അപ്പോൾ ഫൈലം പോർഫറ എന്ത് ടൈപ്പാണ്? ഹെർമാഫ്രൊഡൈറ്റ് ആണ്. അപ്പോൾ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഒരേ ജീവിയിൽ തന്നെ ഉണ്ടാകും. ഫെർട്ടിലൈസേഷൻ നടക്കും, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും, പുതിയ ജീവി ഉണ്ടാകും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന പുതിയ ജീവിയെ നമ്മൾ ലാർവ എന്നാണ് വിളിക്കുന്നത്. ലാർവ, ലാർവ എന്ന പേര് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ തവളയെ കുറിച്ച് പഠിക്കത്തില്ലേ, തവളയ്ക്ക് ലാർവ ഉണ്ടെന്നുണ്ട്. ആ ലാർവയും അതിന്റെ പേരന്റും തമ്മിലുള്ള എന്തെങ്കിലും സാമ്യതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസോ ഉണ്ടോ? എന്താണ്? അതെ, ലാർവ എന്ന് പറയുന്നത് പേരൻസിനോട് സിമിലാരിറ്റി കാണിക്കത്തില്ലേ, വേറൊരു ഷേപ്പൊക്കെയാണ്. ആ പേപ്പർ തവളയുടെ ലാർവ എടുത്താൽ തന്നെ നമുക്ക് തവളയുടെ മുന്നാണെന്ന് തോന്നത്തില്ല അല്ലേ, ഒരു മത്സ്യത്തിനെ പോലെ തോന്നും. അപ്പൊ അതാണ് ലാർവ. അപ്പോൾ അഡൾട്ടിൽ നിന്നും വ്യത്യസ്തമാണ്, ഡിഫറൻസ് കാണിക്കുന്നതാണ് ലാർവ. പിന്നെ ലാർവ വളർന്ന് പിന്നീട് അത് അഡൾട്ട് ആകുമ്പോൾ മാത്രമേ ഇത് ആരോട് സാമ്യത സിമിലാരിറ്റി കാണിക്കൂ, ഇതിന്റെ പേരന്റിനോട് സിമിലാരിറ്റി കാണിക്കൂ. അപ്പൊ പിടികിട്ടിയോ? അപ്പോൾ ലാർവൽ സ്റ്റേജ് ഉണ്ട് ആർക്ക്? ഫൈലം പോർഫറയിലെ ജീവികൾക്ക്. ഓക്കെ, അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു, ലാർവൽ സ്റ്റേജ് കാണപ്പെടുന്നു. ഓക്കെ, ഇനി ലാർവയ്ക്ക് പേരൊക്കെ ഉണ്ട്, പേരൊന്നും നമുക്ക് വേണ്ട. അസെക്ഷൽ ടൈപ്പ് റീപ്രൊഡക്ഷനും ഫൈലം പോർഫറയ്ക്കുണ്ട്. അത് പ്രധാനമായിട്ട് നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴി നടക്കും. ഫ്രാഗ്മെന്റേഷൻ അറിയാലോ, ബോഡി പല കഷ്ണങ്ങളായിട്ട് മാറണം. ആ കഷ്ണങ്ങൾ ഓരോ പീസും പുതിയ ജീവിയായിട്ട് മാറും. ഫ്രാഗ്മെന്റേഷൻ. ബഡ്ഡിങ് നടക്കും. എന്താ ബഡ്ഡിങ്? മുകുളനം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ ബഡ് ഉണ്ടാകും, ആ ബഡ് വലുതായിട്ട് പുതിയ ജീവിയായിട്ട് മാറും. അപ്പൊ ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിങ്ങും ഒക്കെയാണ് ഫൈലം പോർഫറയുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്. അപ്പൊ സെക്ഷൽ ഉണ്ട്, അസെക്ഷൽ ഉണ്ട്, ലാർവൽ സ്റ്റേജ് പ്രസന്റ് ആണ്. ഇനി ഇതിന്റെ ഡെവലപ്മെന്റ് നമ്മൾ നോക്കിയാൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്നാ പറയുന്നത്. ആ പേരൊന്ന് പഠിക്കണം കേട്ടോ. അതായത് ഒരു ജീവി അതിന്റെ കുഞ്ഞ്, ജീവിയിൽ നിന്നും കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നത്, കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ ജീവിയോട് സിമിലാരിറ്റി കാണിക്കുന്നെങ്കിൽ, ആ ഓർഗാനിസത്തിനോട് സിമിലാരിറ്റി കാണിച്ചാൽ ദാറ്റ് ഈസ് കാൾഡ് ഡയറക്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ ലാർവൽ സ്റ്റേജ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഡെവലപ്മെന്റ്, ലാർവൽ സ്റ്റേജ് ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. കാരണം ഈ ടേംസ് ഒക്കെ ഇനി അങ്ങോട്ട് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഡെവലപ്മെന്റ്? ഇൻഡയറക്റ്റ് ആണ്. എന്തുകൊണ്ട്? ബിക്കോസ് ലാർവൽ സ്റ്റേജ് ഇസ് പ്രസന്റ്. ഓക്കെ, ഇനി ഇതിന്റെ ഡൈജഷൻ. ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ ആണ്, അതായത് ബോഡിക്കകത്ത് വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒരു തവണ കൂടി ഫൈലം പോർഫറയുടെ ക്യാരക്ടേഴ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഹാബിറ്റാറ്റ് മറൈൻ, മോസ്റ്റ്ലി മറൈൻ, സം ആർ ഫ്രഷ് വാട്ടർ. സിമെട്രി, അസിമെട്രിക്കൽ, സീലമില്ല ബട്ട് സ്പോഞ്ചോസീൽ ഈസ് പ്രസന്റ്. Germlayers absent. Cellular level of organization, commonly called sponges. Then water canal system or water transport system is present. ഇനി അത് എന്താണെന്ന് പറയാം. Body consists of minute pores called ostia, through which water enters into the spongiocele and goes out through large opening called osculum. ഇനി ഫങ്ഷൻസ്, വാട്ടർ കനാൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫുഡ് ക്യാപ്ചറിങ്, ദെൻ റെസ്പിറേഷൻ, അടുത്തത്
removal of waste material. Body is supported by a skeletal system made up of spicules or spongin fibers. Spongocoel is lined with choanocytes or collar cells. Next point. Digestion is intracellular. ബോഡിക്ക് അകത്ത് വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്. Then these are hermaphrodite. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ ദി സെയിം ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സെയിം ഓർഗാനിസം. റീപ്രൊഡക്ഷൻ എന്തൊക്കെയുണ്ട്? ബോത്ത് അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് പ്രസന്റ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് മെത്തേഡ്സ്, ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡ്ഡിംഗ്. സെക്ഷൽ ലോ larval stage is present. Okay. Development is called indirect development. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഏതിൽ ഓർക്കേണ്ടത്? ഫൈലം പോറിഫെറയിൽ ഓർക്കേണ്ടത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ്, 3 എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് സൈക്കോൺ, ഒരു പേര് കൂടെ അതിന് പറയാം സ്കൈഫ. പേരുകൾ നോക്കി വായിക്കുക, എക്സാമ്പിൾസ് തൽക്കാലം നോക്കി വായിച്ച് പഠിക്കണം. സൈക്കൺ അല്ലെങ്കിൽ സൈക്കോൺ അല്ലെങ്കിൽ മറ്റൊരു പേര് സ്കൈഫ. ദെൻ യൂസ്പോഞ്ചിയ, രണ്ടാമത്തേതാണ് കേട്ടോ, യൂസ്പോഞ്ചിയ. അടുത്തത് സ്പോഞ്ചില്ല. 3 പേര് കിട്ടിയോ? സൈക്കോൺ ഓർ സ്കൈഫ. അടുത്തതാണ് യൂസ്പോഞ്ചിയ. ഈ യൂസ്പോഞ്ചിയെ വിളിക്കുന്ന പേര് ബാത്ത് സ്പോഞ്ച് എന്നാണ് പറയുന്നത്. നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്പോഞ്ചില്ലേ, അത് യൂസ്പോഞ്ചിയുടെ ബോഡിയാണ്. ഓക്കെ, ബാത്ത് സ്പോഞ്ച്. സ്പോഞ്ചില്ലയെ വിളിക്കുന്നത് ഫ്രഷ് വാട്ടർ സ്പോഞ്ച് എന്നാണ്. ഞാൻ നേരത്തെ ഹാബിറ്റാറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? മറൈനുണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഫ്രഷ് വാട്ടറിൽ കാണുന്ന ഒരു സ്പോഞ്ചിന്റെ എക്സാമ്പിൾ ആണ് ഏത്? സ്പോഞ്ചില്ല. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫൈലം പോറിഫെറ. അപ്പോൾ ക്യാരക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് നോക്കുക, നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ടൊക്കെ ഒരുപാട് വരും, കൃത്യമായിട്ടും അതിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊരു വീഡിയോ ഉണ്ട്, അപ്പോൾ ആ വീഡിയോയും കൂടെ ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇതാണ് വാട്ടർ കനാൽ സിസ്റ്റം. അപ്പോൾ ആ ഫിഗർ ആദ്യം ഒന്ന് നോക്കുക. ആ ഓസ്റ്റിയ, അതുപോലെ ഓസ്കുലം, അതുപോലെ ആരോ മാർക്കുകൾ നോക്കിയാൽ വാട്ടർ എൻ്റർ ചെയ്യുന്നതിൻ്റെയും പുറത്തു പോകുന്നതിൻ്റെയും ആ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് പിടികിട്ടും. ഇത് കഴിഞ്ഞിട്ട് ശരിക്കും നമുക്ക് ആ വാട്ടർ കനാൽ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയും കൂടി കാണാം. അപ്പോൾ ഈ ഫിഗറും കൂടെ ഒന്ന് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ ഒരു ഫൈലം പഠിച്ചാൽ മതി. ബാക്കി അടുത്ത ക്ലാസ്.